ഹേ മച്ചന്മാരെ ഫയൽ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് ഫ്ലൈയും ബൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുവരെ എടുക്കാത്തവരാണെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നത് ഈ വീഡിയോ കൂടെ തന്നെ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ GTA 5 അകത്തോട്ട് കാർ ഷോറൂമും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് കാർ ഷോറൂമും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നതെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ കുറേ പേർക്ക് ബഗ്ഗി കാർ കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ബഗ്ഗി കാർ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഗ്ലിച്ചസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ അതിന് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഫ്ലൈയും ബൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് എടുക്കാൻ പറ്റിയിരുന്നു പറയുന്നു, കുറേ പേർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ഫ്ലൈയും ബൈക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പറഞ്ഞു തരുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ ഫ്ലൈയും ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മളിട്ട പേര് തന്നെയാണ് ഫ്ലൈയും ബൈക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പേരെന്ന് വെച്ചാൽ ഹോവർ ബൈക്ക് എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഹോവർ ബൈക്ക് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഇതിലോട്ട് വരുന്നതായിരിക്കും. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ 1 MB ഒക്കെ കാര്യമുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഹോവർ ബൈക്ക് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് അതിൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഓവർ ബൈക്കും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ ഗെയിമും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ പ്ലേ ക്ലിക്ക് ചെയ്യേണ്ടതാണ്, വേറെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലേ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആവുന്നതായിരിക്കും. അപ്പോൾ ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആയതിനു ശേഷം മാക്സിമം എല്ലാവരും വീടിൻ്റെ അകത്തായിരിക്കും നിൽക്കുന്നത്. അവിടുന്ന് പുറത്തിറങ്ങാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കേണ്ടതാണ്, എന്നാലും കാര്യങ്ങളൊക്കെ വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഗെയിമിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കി, മൊത്തം ക്ലിയർ ആണ്. ഈ ക്ലിയർ ആക്കാനുള്ള വഴി എന്ന് വെച്ചാൽ ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്ത് തന്നെ ഗെയിമിനകത്തിലും ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ താഴത്തെ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അതിന് ശേഷം ലോഡ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് പോയി ഹോവർ ബൈക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. നമ്മുടെ ഫ്ലൈയും ബൈക്കിൻ്റെ ഒറിജിനൽ പേരാണ് ഹോവർ ബൈക്ക്. അപ്പോൾ അതുകൊണ്ട് ആരും മിസ്റ്റേക്ക് വരുത്തരുത്. കുറേ പേരും എല്ലാവരും മിസ്റ്റേക്ക് വരുത്തി നമ്മുടെ ഹോവർ ബൈക്ക് ഫ്ലൈയും ബൈക്ക് ആണോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ പേര് എടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ മിസ്റ്റേക്ക് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഹോവർ ബൈക്കാണ് നമ്മുടെ ഫ്ലൈയും ബൈക്ക്. അപ്പോൾ അതിനൊരു മാറ്റമില്ല, പേരിന് വ്യത്യാസം മാത്രമേ ഉള്ളെന്നേ ഉള്ളൂ. ഹോവർ ബൈക്കിൻ്റെ നമ്മളിട്ട പേരാണ് ഫ്ലൈയും ബൈക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹോവർ ബൈക്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോവർ ബൈക്കും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വെട്ടം ഹോവർ ബൈക്കും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഈ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് ഓവർ ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഓവർ ബൈക്കെന്നോ ഫ്ലൈയും ബൈക്കെന്നോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് വിളിക്കാവുന്നതാണ്. കൂടുതലും എനിക്ക് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ഇതായിരിക്കും, ഫ്ലൈയും ബൈക്ക് എന്നാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ എല്ലാവർക്കും ഈ ഹോവർ ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ലോ എന്നൊന്ന് കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കിട്ടാത്തവർ എന്താണ് റീസണും കൂടി എന്ന് പറഞ്ഞ് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാത്തതിൻ്റെ പേരും കൂടെ ഉൾപ്പെടുത്തി ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതിനനുസരിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഇല്ല, കിട്ടുന്നില്ല, അത് വന്നില്ല, ഇത് വന്നില്ല, എന്ത് വന്നില്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ കമൻറ്റ്സ് ഇടുന്നവരെ ഞാൻ എപ്പോഴും കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ റിപ്ലൈ കൊടുക്കാറില്ല. അപ്പം പ്രോപ്പറായിട്ട് കമൻറ്റ്സും കാര്യങ്ങളും തരുന്നവർക്ക് മാത്രമേ ഞാൻ പ്രോപ്പറായിട്ട് റിപ്ലൈയും കാര്യങ്ങളും കൊടുക്കാറുള്ളൂ. അപ്പം എന്തായാലും ഇപ്പോഴും എല്ലാവരും വിചാരിക്കേണ്ട കാര്യം എന്താണ്, അപ്പം എന്തായാലും പേരെന്തോന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാത്ത സാധനത്തിൻ്റെ പേരെന്തോന്ന് വെച്ചാൽ അതുകൂടെ മെൻഷൻ ചെയ്ത് നിങ്ങൾ കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞാൻ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും മൈൻഡിലൊന്ന് ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓവർ ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ GTA 5 ഒരു പുതിയ കാർ ഷോറൂം കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ GTA 5 ഒരു കാർ ഷോറൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വേറെ വലിയ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ GTA 5 കയറാനാണ്. എന്തായാലും ഇപ്പം എല്ലാവർക്കും 199 പേർക്കും GTA 5 സിറ്റി കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൽ 1% എന്ന് പറയുന്നത് കുറേ പേരുടെ മിസ്റ്റേക്ക് കാരണം കൊണ്ട് അത് കയ്യിൽ നിന്ന് പോയതാണ്. അപ്പം അവർക്ക് ഇനിയും ഉള്ള രക്ഷയെന്ന് വെച്ചാൽ ലാസ്റ്റത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇനിയും വരാൻ പോകുന്ന അപ്ഡേറ്റ് ഇനി എപ്പോഴാണോ ആ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഫിക്സ് ആവത്തുള്ളൂ, GTA 5 കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഡെവലപ്പർ പുതിയ ലിങ്ക് അപ്ഗ്രേഡ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും പഴയ ലിങ്ക് വെച്ച് ഇനിയും കിട്ടാനുള്ളവർ എത്ര ശ്രമിച്ചാലും കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പരമാവധി മാക്സിമം ഞാൻ റിസ്ക് എടുത്തിട്ട് ഞാൻ ലിങ്ക്സും കാര്യങ്ങളൊക്കെ പുതിയത് എടുത്ത് തന്നത്. അപ്പോൾ ആ ലിങ്ക്സ് നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ പിന്നെ കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അപ്പോൾ ആ ലിങ്ക് എന്തായാലും 199 പേർക്കും കിട്ടിയിട്ടുണ്ട്. അതിൽ 1% ഉള്ള ആൾക്കാർക്കും അത്ര കിട്ടാത്തതെന്ന് വെച്ചാൽ അത് അവരുടെ ഫോണിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ അവരുടെ
ബഗ്ഗിൻ്റെ ഇഷ്യൂ കാരണം കൊണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അടുത്ത മാസത്തെ അപ്ഡേറ്റിലേക്ക് അവർക്കത് ഫിക്സ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ ഈ ഇടയ്ക്ക് വന്നിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ലിങ്കും കാര്യങ്ങളും GTA 5 അപ്ഗ്രേഡിങ് ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇട്ട് തരണം, എന്നാലേ അത് വർക്കും കാര്യങ്ങളും ആവത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം കമൻറ്റ്സ് കണ്ടിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് GTA 5 സിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതും കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം സിറ്റി കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വെച്ചാൽ നമ്മുടെ സിറ്റി കാര്യങ്ങളുടെ ആദ്യം പോകണം. അപ്പം ഞാനിവിടെ ഗെയിം അൺഇൻസ്റ്റാൾ റീഇൻസ്റ്റാൾ ചെയ്തപ്പം എൻ്റെ അത് GTA 5 കാര്യങ്ങളൊന്നുമില്ല. ഞാനപ്പോൾ GTA 5 ആഡ് ചെയ്യുകയാണ്. ലോഡും കാര്യങ്ങളും ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ അത് GTA 5 ഫയലും കാര്യം ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഓൾറെഡി നിങ്ങളുടെ ഫോണിൻ്റെ അത് GTA 5 സിറ്റി കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗെയിം ഒന്ന് ഫോൾഡറിനകത്ത് നിന്നിട്ട് ഫയൽ ചെക്ക് ചെയ്യേണ്ടതാണ്. ഫയൽ ചെക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഫയൽസ് എല്ലാം കളഞ്ഞ് ഉറപ്പ് വരുത്തിയതിന് ശേഷം പുതിയ ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അതിൽ നിന്നും ലോഡ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ GTA 5 എടുത്തിട്ടുണ്ട്. ഞാൻ GTA 5 സെലക്റ്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അതിനകത്ത് GTA 5 കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞാനിന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരുവാണ്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരുമ്പോൾ എനിക്ക് GTA 5 പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുവാണ്. വീടിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും ഞാനിവിടെ GTA 5 ക്ലിക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്ലിച്ച് വന്നതിൻ്റെ പിന്നെ GTA 5 വരുത്തുമില്ല നമ്മുടെ ഗെയിമിലോട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇനി നമുക്കാണെങ്കിൽ GTA 5 കാര്യങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാമെന്നാണ്. ഞാനിപ്പോൾ GTA 5 കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തൊരു 5-10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് GTA 5 കാര്യങ്ങളൊക്കെ കയറുന്നതായിരിക്കും, എൻ്റർ ആവുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ GTA 5 എൻ്ററും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എൻ്ററും കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് ഇവിടെ വരെ വരുന്നുണ്ട്. പക്ഷേ ഏതായാലും ബാക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അത് അവരുടെ ഫോണിൻ്റെ കംപ്രസീവ് ഇഷ്യൂ കാരണം കൊണ്ടാണ്. അതൊക്കെ നമ്മൾ ഡെവലപ്പർ കാര്യങ്ങൾ പിന്നെ ഫിക്സ് ചെയ്താലേ പറ്റത്തുള്ളൂ. നമുക്കായിട്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഡെവലപ്പർ തന്ന സാധനം നിങ്ങൾക്ക് തരുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. അതിൽ ഞങ്ങൾക്ക് കൂടുതലൊന്നും പണിയാൻ പറ്റത്തില്ല. അപ്പോൾ അത് പണിഞ്ഞ് തന്നാലും ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും അത് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് തരാമെന്ന് മാത്രമേ പറ്റത്തുള്ളൂ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മളാണെങ്കിൽ നേരെയാണെങ്കിൽ നമ്മുടെ ഇത് കാർ ഡീലർഷിപ്പ് കാർ ഷോറൂമിലോട്ട് നമ്മൾ പോവുകയാണ്. കാർ ഷോറൂമിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഫ്ലൈയിങ് ബൈക്കിൽ കൂടെയാണ് നമ്മൾ കാർ ഡീലർഷിപ്പിലോട്ട് എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ നമുക്ക് അകത്തോട്ട് കയറാം, എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കയറാമെന്നുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇപ്പം നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഷോപ്സിനകത്ത് ഒന്നിനകത്ത് കയറാൻ പറ്റാത്ത ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തന്നേക്കുന്നത്. നമുക്ക് അവിടെ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഡോറിനകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് ഒരു ചെറിയ ട്രിക്കും കാര്യങ്ങളും ചെറിയ ഗ്ലിച്ചസ് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നതാണ്. അപ്പം ആ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണ്ടേ. ഇതും കൂടി വാച്ച് ചെയ്ത് ഇതുപോലെ നമുക്ക് ഈ ബിൽഡിങ്സ് എല്ലാം പല ബിൽഡിങ്സ് നമുക്ക് അകത്ത് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പം അകത്ത് എൻട്രിൻ്റെ അകത്ത് വല്ലതും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേ എനിക്ക് കിട്ടിയ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരുന്നതാണ്. അപ്പം നമ്മുടെ ഇതാണ് കാർ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ, കാർ ഷോറൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാർ ഷോറൂമിൻ്റെ അകത്ത് നമുക്ക് അകത്ത് കാര്യങ്ങളൊക്കെ കയറാനാണ്. അകത്ത് കയറിയില്ല ബാക്കി സെറ്റിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളാണെങ്കിൽ നമുക്കൊരു കാർ കഴിയെടുക്കണം. നമ്മളിവിടെ ഇത്രയും കാറും കാര്യങ്ങൾ കൊണ്ടുവന്നത് അതിൽ നമ്മൾ ലംബോർഗിനി ഉറുസു കാർ കാര്യങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്, പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ലംബോർഗിനി കാറോ അല്ലെങ്കിൽ ഏത് കാർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റുന്ന കാർ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക. അതെടുത്തതിന് ശേഷം നമ്മൾ ആ കാർ ഇങ്ങനെ എടുത്ത് നമ്മളെ സൈഡിൽ കൊണ്ടിടേണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാർ ഡീലർഷിപ്പിൻ്റെ ഓപ്പൺ ഏരിയയുടെ സൈഡിൽ ആ ജനലിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെക്കേണ്ടതാണ്. നമ്മളപ്പം കയറുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഡോറിൻ്റെ സൈഡ്. നമ്മൾ ഓപ്പൺ ഏരിയ ഡോർ സൈഡ് വേണം അത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലും വർക്കും കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനതിപ്പോൾ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. ഞാനിപ്പോൾ വണ്ടി കാര്യങ്ങളൊക്കെ റിവേഴ്സ് ചെയ്യുവാണ്. റിവേഴ്സ് ചെയ്തിട്ട് സൈഡിലോട്ടാണ് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് എൻ്റർ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഏത് ഷോറൂമിൻ്റെ അകത്ത് ചെന്നാലും അല്ലെങ്കിൽ ഏതൊരു കടയിൽ ചെന്നാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസും കാര്യങ്ങളും ഇങ്ങനെ ഒരു രീതി കാണുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനത്തെ ഒരു ക്ലിച്ചും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗമുണ്ട് നിങ്ങൾ അതിൻ്റെ അത് കയറുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ അടുത്ത് കൊണ്ടുവന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എൻ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. എക്സിറ്റ് അടിച്ചപ്പോൾ തന്നെ നമ്മൾ നേരെയാണെങ്കിൽ നമ്മുടെ ഷോറൂമിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ. ഷോറൂമിൻ്റെ അകത്ത് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഫുൾ എന്തായാലും പണി കാര്യങ്ങൾ തീർന്നിട്ടില്ല. അപ്പോൾ ഡെവലപ്പർ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് പണിയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം GTA 5 ഫുൾ പരിപാടി കാര്യങ്ങളൊക്കെ തീരുമ്പോൾ നമുക്ക് ഫുൾ സെറ്റിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും മതിയോ അത് ഇനി ഫുള്ളായിട്ട് മതിയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ് ഇത്രയും മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ് ഇപ്പോഴും. എന്തെങ്കിലും വർക്കും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് അകത്തുനിന്ന് പുറത്തോട്ട് കാണാൻ പറ്റും എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ എനിക്ക് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ടും സെയിം സ്റ്റെപ്പ് തന്നെ. നിങ്ങളിപ്പം എങ്ങനെയാണ് അകത്തോട്ട് കയറി അവിടെ ചെന്ന് നിന്ന് തന്നെ നിങ്ങൾക്ക് കാറിൻ്റെ എൻട്രി ഇത് ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാറിനകത്തോട്ട് കയറുന്നതായിരിക്കും. കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വണ്ടി എടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങുന്നതായിരിക്കും. അപ്പോൾ അത് ചെയ്താൽ മതി. അപ്പോൾ ഗ്ലിച്ചും കാര്യങ്ങളും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഗ്ലിച്ച് ചെയ്തിട്ട് പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. നമ്മളെ പുറത്തിറങ്ങത്തില്ല എന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട.
അകത്തെങ്ങനെ കയറിയോ അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ പറ്റും. അതേ സ്റ്റെപ്പ് തന്നെ നമ്മുടെ ആ ജനലിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഒരു ഓപ്ഷനും കാര്യങ്ങളും കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വണ്ടിക്കകത്ത് കയറുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ GTA 5 അകത്ത് കാർ ഷോറൂമിൽ കയറാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും കയറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കമൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു കമൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ പേർക്ക് ബഗ്ഗി കാർ കാര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബഗ്ഗി കാർ കാര്യങ്ങൾ കിട്ടാത്ത എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും പുതിയ ലിങ്കും കാര്യങ്ങൾ ഇട്ടേക്കാം. പുതിയ ലിങ്ക് കാര്യങ്ങൾ നിങ്ങൾ അവിടെ ലോഡ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി. ലിങ്ക് കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അത് കയറണം. ഗെയിമിൻ്റെ അത് കയറിയതിന് ശേഷം നിങ്ങൾ ലോഡ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ ബഗ്ഗി കാർ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഞാനിവിടെ ബഗ്ഗി കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്പോൺ ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് ഞാൻ സ്പോണും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാളൊക്കെ ചെയ്തതിനാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാമെന്നാണ്. ഞാൻ ഇഷ്ടം പോലെ ഞാൻ ബഗ്ഗി കാർ കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് ഞാൻ ഡ്രോൺ വെച്ച് കാണിച്ചു തരാം. ഞാൻ ഇവിടെ മൾട്ടിപ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് പറ്റുന്നതാണ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ബഗ്ഗി കാർ മാത്രമല്ല എല്ലാ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ആവുന്നുണ്ട്. കുറേ പേർക്ക് വർക്ക് ആവുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഫോണിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെന്തായാലും ഫിക്സ് ആക്കാൻ വേണ്ടി നമ്മുടെ ഡെവലപ്പറോട് സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോണിൻ്റെ ഇഷ്യൂസ് അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റിയതല്ലാതെ നിങ്ങൾക്ക് അല്ലാതെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്യൂസും എല്ലാം ഇപ്പോൾ എന്ന് വെച്ചാൽ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ലിങ്കും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് വർക്കായില്ലേ, എറർ വന്നു അല്ലെങ്കിൽ ഒന്നും കാണിക്കുന്നില്ല, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഐറ്റത്തിൻ്റെ പേരും വെച്ചിട്ട് നിങ്ങൾക്ക് അതൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കമൻറ്റ് വേണമെങ്കിൽ നമ്മൾ അതിന് പുതിയ ലിങ്കും കാര്യങ്ങൾ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറയുമായിരിക്കും. എല്ലാവരും ഒന്ന് ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻസും കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഒരു വട്ടം ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഉടനെ ഒന്ന് കമൻറ്റ് ചെയ്ത് എനിക്കത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തതിന് പകരമായിട്ട് നിങ്ങളുടെ ഒന്ന് ബ്രെയിൻ ഒന്ന് യൂസ് ചെയ്ത് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് വേറെ മെത്തേഡ് രീതി കിട്ടുവാണെങ്കിൽ ആ മെത്തേഡ് നമുക്ക് കമൻറ്റ് പറയുവാണെങ്കിൽ നമുക്ക് ആ മെത്തേഡും കൂടെ ട്രൈ ചെയ്ത് തന്നെ ബാക്കിയുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുകൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ വരെ കാണുന്നവരെ സീ യു ദെൻ ബൈ.